നമ്മൾ ഇന്ന് രാവിലെ തന്നെ അച്ഛനെയും ജയനെയും കൂട്ടിയിട്ട് നമ്മളിവിടെ ഫിഷ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. തലോജ എൻ്റെ ദൈവമേ, ഇവിടെ പൂരപ്പറമ്പാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ ഫിഷ് വാങ്ങി ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണ്ടേ. ഇവിടെ എന്താ വെച്ചാൽ 2 സെക്ഷനാണ്. ഹോൾസെയിൽ ഫിഷ് കിട്ടും, അത് നേരെ ആക്കണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പം നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് കിട്ടാൻ പോണത്. ഭയങ്കര തിരക്കാട്ടോ. ഞങ്ങളൊരു ഭയങ്കര ലാഭമാണ്, തലോജയിലുള്ളതാണ്. നമ്മൾ ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മൾ എത്തി. പക്ഷേ അവസ്ഥ ഇതാണ്. മാർക്കറ്റിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. നമ്മൾ ബേലാപ്പൂരിലെ ഫിഷ് മാർക്കറ്റും നമ്മുടെ ഖാർഗറിലുള്ളതും പിന്നെ ഓൺലൈനിലൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ലാഭം കാര്യങ്ങളൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വന്നത്. പക്ഷെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഫിഷ് വാങ്ങുന്ന സ്ഥലം ഒന്നും, അത് ക്ലീൻ ചെയ്യുന്ന സ്ഥലം ഒന്നുമാണ്. ക്ലീൻ ചെയ്യുന്നതിന് എക്സ്ട്രാ ഒരു 30 രൂപ അങ്ങനെ കൊടുക്കണം. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണതിന് സെയിം പൈസയാണ്. പക്ഷേ ഇവിടെ തിരക്ക് ആണ് അതിൻ്റെ ഒരു മെയിൻ കാരണം കേട്ടോ. സംഭവം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫിഷും കാര്യങ്ങളും. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ വരിക അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലൊക്കെ വരിക എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും ഫിഷ് ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫിഷും ചിക്കനും, നോൺ വെജിൻ്റെ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫിഷും ചിക്കനും ഡെയിലി എന്നും ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടികളൊക്കെ എണീറ്റ് നിത്തും മാധവും ഇവിടെയാണ് കിടക്കാറ്. നമ്മളെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലേ. ഞങ്ങൾ പണ്ട് കസിൻസൊക്കെ എല്ലാവരും കൂടി ഇതുപോലൊരു പായ വിരിച്ച് ഇങ്ങനെ കിടക്കലായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോഴേക്കും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പുട്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുട്ടുപൊടി കൊണ്ട് പുട്ടും പഴം പുഴുങ്ങിയത്. ഞങ്ങളെപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് അത്. പപ്പടം, വെറും പഴം പുഴുങ്ങിയതും പപ്പടം അടിപൊളിയാണ്. കുറേ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂർക്ക, പയർ, വീട്ടിലുണ്ടായ കുറേ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ച് ഓരോ ദിവസം ഉണ്ടാക്കണം. പക്ഷേ ഇന്ന് എന്തായാലും നെയ്മീൻ വെച്ചിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കാം. അമ്മയുടെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 2 കിലോ 2,200 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് നല്ല സ്പെഷ്യൽ അമ്മയുടെ ബിരിയാണി, നല്ല നെയ്മീൻ ബിരിയാണി. പ്രോൺസ് വാങ്ങിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു. നമ്മൾ ഈ ഈ നെയ്മീനിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ വേറൊരു ദിവസം കറി വെക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഫുൾ സുറുമ. ഇത് ഹോൾസെയിൽ മാർക്കറ്റ്, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് 1/2 kg അങ്ങനെയൊന്നും പറ്റില്ല. കിട്ടും, ഫുള്ളായിട്ട് തന്നെ കിട്ടും. പക്ഷെ നല്ല അടിപൊളിയാട്ടോ. നല്ല തിരക്കുണ്ട്, അതാണ് ഒരു പ്രശ്നം. ചിലപ്പോൾ വീക്ക് ഡേയ്സിനെങ്ങാനും പോയാൽ കുറച്ചും കൂടെ തിരക്ക് കുറയ്ക്ക് കിട്ടുമെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷൊക്കെ ഞാനിതേ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് പുരട്ടി വെക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യണം. ആ നേരം കൊണ്ട് അമ്മ പയറൊക്കെ കേടുവരും നാട്ടിലത്തേന്ന് പറഞ്ഞിട്ട് അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. വീട്ടിലുണ്ടായ പയറാണ് അടിക്കുന്നത്. വെയില് കാരണം എല്ലാവരും കൂടി വന്ന കാരണം ഒന്നിനും സമയമില്ല കേട്ടോ. ക്ലീനിങ്ങും ഡീപ്പ് ക്ലീനിങ്ങും ഒന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ എന്നാലും ഇത് ഫുള്ള് സാധനങ്ങൾ ഇങ്ങനെ പരത്തിയിടലാണ് മക്കളുടെ മെയിൻ പരിപാടി. നമ്മളും കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പിന്നാലെ നടന്ന് ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കലാണ് എൻ്റെ മെയിൻ പരിപാടി കേട്ടോ, രാവിലെ മുതൽ. അപ്പം ഞാൻ ഈ ഉരുട്ടി കൊണ്ട് വരുന്നത് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. നമ്മുടെ അഗാരോൻ്റെ ഈസ് വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനറാണ്. ഇത് 1600 വാട്ടിൻ്റെ ആണ് കേട്ടോ. ഇതിന് 3 ഫംഗ്ഷനാണ്: വെറ്റ് ക്ലീനിങ്ങും ഡ്രൈ വാക്യൂമും അതേപോലെ തന്നെ ബ്ലോ ഓഫ് ഫംഗ്ഷനും. ഇത് 5 മീറ്ററിൻ്റെ വലിയ കോഡാണ്. ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട് ഫോർ കൂടുതൽ യൂസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു ഹോസ് പൈപ്പും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു തുണി ഉണ്ടാവും. ഇതിൻ്റെ ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ 21 ലിറ്ററിൻ്റെ നമ്മുടെ ഇങ്ങനെ കളക്ട് ചെയ്യാനുള്ള ഒരു കണ്ടെയ്നറുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് 360 ഡിഗ്രി ഒരു വീലാണ്. ഇത് നമുക്ക് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിന് 21.5 K സെക്ഷൻ പവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഇതിലായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കോഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഘടിപ്പിക്കുക. അതേപോലെ തന്നെ നീളം കൂട്ടാനുള്ളൊരു കോഡും കൂടെ ഉണ്ട്. പിന്നെ ഫ്ലോർ ബ്രഷ്, പല തരത്തിലുള്ള ബ്രഷുണ്ട്. ഇതൊരു നമുക്ക് ഡ്രൈ ആയിട്ട് നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷാണ്. ഇതിൻ്റെ കോഡ് ഭയങ്കര ലോങ് ആയതുകൊണ്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. ഓരോ സ്ഥലത്തും ഇങ്ങനെ കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നീളം കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഡസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇത് വളരെ നന്നായിട്ട് വലിച്ചെടുക്കും. സത്യം പറഞ്ഞാൽ മുടിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഫോഴ്സിൽ തന്നെ വലിച്ചെടുക്കും. ഇത് കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ ടൈൽസ് ക്ലീൻ ചെയ്യാനും ബാക്കി ഏത് ഫ്ലോർ ക്ലീൻ ചെയ്യാനും സുഖമാണ് കേട്ടോ. കണ്ടോ, കുറച്ചും കൂടെ നീളമുള്ളത് ആയ കാരണം ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ ഒരുപാട് ടൈപ്പ് ബ്രഷസും നോസിലും കാര്യങ്ങളൊക്കെ അറ്റാച്ചാണ്. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ സോഫയുടെ മേലെ അല്ലെങ്കിൽ ബെഡോ ഒക്കെ നമുക്കിങ്ങനെ വലിച്ചെടുക്കണമെങ്കിൽ അതിലെ പൊടിയും സോഫയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ കണ്ടോ വളരെ നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ മൾട്ടി പർപ്പസ് ബ്രഷ് ഉണ്ട്. ഈവൻ നമുക്ക് കേർട്ടൻസ് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിലോ അതിലെ പൊടികൾ തട്ടണം എന്നുണ്ടെങ്കിലോ ഇത് ഭയങ്കര സോഫയുടെ മുകളിലോ അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു ടെലസ്കോപ്പിക് മെറ്റൽ ട്യൂബാണ് കേട്ടോ. നമുക്ക് മേലേക്ക് മാറാലേക്ക് തട്ടാൻ വേണ്ടിയിട്ട് മാറാലും ഉണ്ടാക്കിയില്ലെങ്കിൽ അത്രയും ഫോഴ്സായിട്ട് ആ ഒരു
കാറ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ കണ്ടോ ഇതിൽ ഫുൾ ഇങ്ങനെ ആ ഒരു ക്ലോത്ത് ബാഗിൽ ഇങ്ങനെ എല്ലാ ചളിയും കച്ചറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് കഴുകിയാൽ മതി. ഇത് നമുക്കിങ്ങനെ കുടയാനും അതേപോലെ തന്നെ ഇത് കഴുകിയെടുക്കാനും കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ ഉള്ളത് നമുക്ക് വെറ്റ് അബ്സോർബിങ് ബ്രഷാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്പില്ലാവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനും പറ്റും കേട്ടോ. അതിന് മുന്നേ ഈ ഒരു ക്ലോത്ത് ബാഗ് നമ്മൾ റിമൂവ് ചെയ്യണം. കണ്ടോ നമ്മൾ എവിടെയെങ്കിലും വെള്ളം ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് സ്പില്ലാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആക്കാനും കൂടെ ഈ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് പറ്റും. പിന്നെ ഈ ഒരു ബ്ലോവർ ഫംഗ്ഷൻ നമുക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് വരുമ്പോൾ കണ്ടില്ലേ ഇലകളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പറപ്പിച്ചിട്ട് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനും കൂടെ ഇതിൽ നമുക്ക് ഉണ്ട് കേട്ടോ. ഈ കാറ്റത്ത് നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ അടിച്ച് വരുന്നേക്കാളും കുറച്ചും കൂടെ ഈസിയാണ്. ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് ചുറ്റി വെക്കാനും ഇതിൽ ഓരോന്നും ഇങ്ങനെ വെക്കാനും ഇതിൽ തന്നെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് അമ്മയുടെ ഫിഷ് ബിരിയാണിക്കുള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ അമ്മയുടെ ഈ ഒരു ഫിഷ് ബിരിയാണി. അപ്പം നെയ്മീൻ ഓൾറെഡി നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ടൈപ്പാണ്. ഈ ഒരു റെസിപ്പി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുഡ് വേൾഡ് ചാനലിലും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളങ്ങനെ തൈരൊന്നും ചേർക്കാത്ത ടൈപ്പ് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. പിന്നെ സവോള ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടോ ഫിഷ് ബിരിയാണി. മെയിനായിട്ട് കൈമ റൈസാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. രണ്ട് തരത്തിലും ഉണ്ടാക്കാം. നമുക്ക് തൈര് ചേർത്തതും ഉണ്ടാക്കാം, തേങ്ങാപ്പാൽ ചേർത്തതും ഉണ്ടാക്കാം. അത് എങ്ങനെയാണോ നമുക്ക് ഇഷ്ടം അതിനനുസരിച്ച്. എന്തായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഓരോരുത്തരെ എന്താ പറയുക കൈപ്പുണ്യെന്നും കൂടെ പറയാം. ചില ആളുകൾ എന്ത് വെറുതെ ഉണ്ടാക്കിയാലും അതിനൊരു ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പോൾ അതുപോലെയാണ് ഇതിലെന്താണെന്നൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ഇത് നമ്മുടെ പെർമനന്റ് ജോലി. അച്ഛൻ്റെ സ്പെഷ്യൽ സാലഡ് കൈയിട്ട് കുഴച്ച് കൊറേ ലെമണ്ട് അതൊക്കെ ലെമൺ തന്നെയാണ്. ലെമൺ നീരോ അതൊന്നും സാലഡ് നീരൊക്കെ മതി. നല്ല ഫിഷ് ബിരിയാണി. ഇത് ആക്ച്വലി അവിടെ ബാക്കിലൊരു അപശബ്ദം കേൾക്കും. വയലിൽ പഠിച്ച് ഭ്രാന്ത വീട്. ഇത് ഫിഷ് നമ്മൾ മേലെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ ഫിഷ് എടുക്കുമ്പോൾ പൊട്ടും. അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കണേക്കാളും നല്ലത് മേലെ വെച്ചിട്ട് ദമ്മിട്ടു. ഇനി ഫിഷ് ആദ്യം മാറ്റി വെച്ചിട്ട് നമ്മൾ റൈസ് മിക്സ് ചെയ്യാം. അപ്പൊ ഇന്ന് അതാണ് സാലഡ്. പപ്പടം അവിടെ ഉണ്ട്. അതെന്താ അത് വല്ലതും ഒരു കുരുമുളക് ഇനി പൊടിക്കണം. സോൾട്ടോ ചോദിക്കുമ്പോ ഇവിടെ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കഴിക്കാം അല്ലേ? എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ ബിരിയാണി, അടിപൊളി അടിപൊളി. അമ്മ അവിടെ റീൽസ് ഒക്കെ എടുക്കാം. അയ്യോ അമ്മയ്ക്കൊന്നും എടുത്തു കൊടുക്കായിരുന്നു. കിടു ഫിഷ് ബിരിയാണി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെത്തുമാങ്ങ അച്ചാർ, പിന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ സാലഡ്, ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ്. ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫിഷ് ബിരിയാണിയും പിന്നെ പ്രോൺസ് ബിരിയാണിയും. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ചെറിയ പണിയുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ അച്ഛൻ വരാൻ കാത്തു നിൽക്കും. അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ മാഡിയാണ്. മാഡിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും തമ്മിലുള്ള ഇഷ്ടങ്ങളൊക്കെ വേറെ വരികയാണല്ലേ ടീനേജ് ആകുമ്പോഴേക്കും. അപ്പോഴേക്കും രമേശേട്ടൻ എന്തേ ഒരു ലോഡ് ലെസ്സി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഗീതനും ജയനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ചേതക്കിലെ സ്പെഷ്യൽ ലെസ്സിയാണ് കേട്ടോ. എന്നാൽ പിന്നെ ആ പണികൾ ഇനി എന്താ പറയുക ലസ്സി കഴിച്ചിട്ടാവാമെന്ന് വിചാരിച്ച് എല്ലാവരും ലസ്സിക്കുള്ള അടിയാണ്. ഇവിടെ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാൽക്കണിയിൽ ഈ ഒരു ടൈമിൽ ഭയങ്കര വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക സൂര്യൻ ഇങ്ങോട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഭയങ്കര വെയിൽ കാരണം അതിനൊരു ബ്ലൈൻഡ് പോലെ ഇടാൻ വേണ്ടിയിട്ടാണ് ബാൽക്കണിയുടെ. അപ്പോൾ വെയിൽ കുറയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ആക്ച്വലി ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സമയത്തേ ഉള്ളൂ. ആക്ച്വലി മെയിലൊന്നുമില്ല. കാരണം ആ ഒരു സൂര്യൻ്റെ ഇതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഈവനിങ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മളിതേ നമ്മുടെ അവിടെ ക്രിസ്മസ് കാർണിവലൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ടൈം ആയ കാരണം എല്ലായിടത്തും ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാനും ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ വിചാരിച്ചു. അപ്പോൾ ഗീതും മിത്തു അവരൊക്കെ യൂസ്റ്റേലും മാക്സിലൊക്കെ കയറി നോക്കാമെന്ന് പറഞ്ഞു. എനിക്കും അമ്മയ്ക്കും എന്താ വെച്ചാൽ കുറച്ച് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ട്, നമ്മുടെ കുറേ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാണ്ട്, അച്ഛന് കുറച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ 2 വഴിക്കായിട്ട് പിരിഞ്ഞു. അച്ഛനും പാൻറ്റ് നോക്കാനും സ്റ്റിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിരിക്കണം. അപ്പോൾ അമ്മയും ഗീതുമൊക്കെ ഇവിടെ വരുമ്പോഴാണ് സ്റ്റിച്ചിങ്ങിന്
കൊടുക്കാറ് കേട്ടോ. കാരണം ഇവിടെ നല്ല അടിപൊളി പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ആ ഒരു പ്രിൻസസ് കട്ടും കട്ടോരി കട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാൻ. ഒരു പെർഫെക്റ്റ് ഇതിലാണ് കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പ്രശാന്ത് കോർണറിലേക്ക് പോവുകയാണ്. കാരണം ഗീതും ജയനൊക്കെ അവിടുത്തെ മാക്സിലെയും യൂസ്റ്റേലൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ പ്രശാന്ത് കോർണറിലെത്തി ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. ഇവിടുത്തെ ചാറ്റ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാനൊരു വാട്ടർമെലൻ ജ്യൂസ്, എനിക്ക് എന്തോ ഇതൊന്നും കഴിക്കാൻ തോന്നിയില്ല. കുറേ നടന്നു ഞങ്ങളിന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദാഹം. ഞാനാണെങ്കിൽ ഇന്ന് വെള്ളവും കുടിക്കൽ കുറവായിരുന്നു തോന്നി. കാരണം ഞാൻ വിചാരിച്ചൊരു വാട്ടർമെലൻ ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മിത്തും ജയനും പാനിപൂരി കഴിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ പാനിപൂരി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചാറ്റ്സ് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ പുതിയത് വന്നതാണ് കേട്ടോ. ഈ ഒരു സെക്ടറിൽ പുതിയത് വന്നതാണ് ഈ ഒരു പ്രശാന്ത് കോർണർ. ചേതക്കിലാണ് നമ്മൾ പൊതുവേ കഴിക്കാറ്. ഇങ്ങനത്തെ 1-2 സ്ഥലത്തു നിന്ന് മാത്രമാണ് ഞാൻ പാനിപൂരി ടേസ്റ്റ് നോക്കാറുള്ളൂ. ജാമ, ചേതക്, പ്രശാന്ത് കോർണർ. ഞാൻ സ്ട്രീറ്റിലെ ഫുഡുകൾ കഴിക്കാൻ എനിക്ക് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. എനിക്കത് ഹൈജീൻ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇവിടുത്തെയാണ് ഞാൻ കഴിക്കുകയാണെങ്കിൽ കഴിക്കാറുള്ളൂ. അപ്പോൾ മിത്തുൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. ശരിക്കും പറയുന്നത് 2 മണിക്കൂർ. ഇന്നലെ ഇവർ വന്നതിൻ്റെ ശേഷം എന്നും ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ചെയ്യുക. കാരണം നടക്കുമ്പോഴല്ലേ നമുക്ക് ഇതുപോലത്തെ ഷോപ്സൊക്കെ കാണാനും ഭയങ്കര രസമല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാൻ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചാലും കാലറിയൊക്കെ ഒന്ന് കുറയും എന്നുള്ള സമാധാനമുണ്ട്. 2 മണിക്കൂറൊക്കെ ഈവനിങ്ങിൽ നടക്കും. അപ്പോഴാണ് ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ റോട്ടിലിങ്ങനെ ക്രിസ്മസ് കരോളൊക്കെ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസ് ആവാറായല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ ക്രിസ്മസ് അപ്പൂപ്പന്മാർ ഇപ്പോൾ ഇൻസ്റ്റയിലും ഭയങ്കര വൈറലല്ലേ ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ് അപ്പൂപ്പന്മാർ. അപ്പം നിക്കി അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് ചെറിയൊരു നാണം. അപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ പല തരത്തിലുള്ള ക്രിസ്മസ് അപ്പൂപ്പന്മാരുണ്ട്. പക്ഷെ നമ്മൾ സാൻഡ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും ഇത് കഴിഞ്ഞാൽ അലച്ച് ട്രീയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഈ ഒരു ഇരുത്താണ് കേട്ടോ ഞങ്ങൾ പിന്നെ ചെയ്യുക. ഒരു 12 മണി വരെയൊക്കെ ഇരിക്കും. ഇപ്പോൾ ഇത് എല്ലാവരും കാര്യമായി മൊബൈൽ നോക്കുന്നത് എന്താ വെച്ചാൽ എവിടേക്കെങ്കിലും ട്രിപ്പ് പോകാനൊക്കെയുള്ള പ്ലാനുകൾ ഉണ്ടാക്കുകയാണ്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ബാംബിലോണിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് പിള്ളേർ കഴിക്കുന്നുണ്ട്. കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഇനി എവിടെയൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ലീവും കാര്യങ്ങളൊക്കെയാണ് ക്രിസ്മസിൻ്റെതായ. കാരണം കുട്ടികൾക്ക് വെക്കേഷൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടി എങ്ങോട്ടൊക്കെ പോവാമെന്നുള്ള ഒരു കാര്യമായ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഒന്നും സെറ്റായിട്ടില്ല. കാരണം ഇപ്പോൾ ഭയങ്കര തിരക്കായ റെവഡി ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ വെക്കേഷൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബൈ.